നിങ്ങളൊരു കാർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കാറിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു 5 പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. എല്ലാ പ്രൊഡക്ട്സും ബിലോ 500 റുപ്പീസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വെച്ചാണ് നമ്മൾ നമ്മുടെ കാർ സ്മാർട്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് ആമസോണിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. അറൗണ്ട് 400 രൂപ താഴെ ഇതിന് ബഡ്ജറ്റ് വരുന്നുള്ളൂ. 4 LED ലൈറ്റും ഒരു റിമോട്ടുമാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കേബിൾസിനൊക്കെ അത്യാവശ്യം നീളമുണ്ട്. നമ്മൾ 2 സീറ്റിൻ്റെ അടിയിലും ബാക്ക് സീറ്റിൻ്റെ അടിയിലും 2 നമ്മുടെ ഫ്രണ്ടിലുമാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാറിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഇവിടെ കൊടുക്കും, ഒരെണ്ണം സ്റ്റിയറിങ്ങിൻ്റെ അടിഭാഗത്ത് ഒരെണ്ണം കൊടുക്കും, പിന്നെ 2 നമ്മുടെ സീറ്റിൻ്റെ അടിയിലുമായിട്ട് കൊടുക്കാനാണ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. അതിങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കുമായിട്ട് നല്ല രീതിയിൽ ഒട്ടുന്ന ഒരു ഗമ്മാണ് ഇതിൻ്റേത്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. പ്ലാസ്റ്റിക്കുള്ള ഏരിയയിലാണ് നിങ്ങൾ ഒട്ടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് ഇത് സ്റ്റിക്കായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് വർക്കിന് ശേഷമുള്ള വീഡിയോ. അപ്പോൾ ഇത് വെറും 350 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ സൈഡിലാണ് അത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ടോപ്പിൽ അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സൈഡിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. 8 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. നമുക്ക് റെഡ് അവൈലബിൾ ആണ്, അതുകൂടാതെ തന്നെ ഗ്രീന്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, പെർപ്പിൾ. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ബ്രൈറ്റ്നെസ് ഞാൻ മാക്സിമം കുറച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ബ്രൈറ്റ്നെസ് നമുക്കിത് കൂട്ടാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ മോഡ്സും അവൈലബിൾ ആണ്. പല പല മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കളർ അതിനനുസരിച്ച്. അപ്പോൾ പല പല മോഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ടോട്ടൽ 4 LED ബൾബ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 മുമ്പിലും 2 സീറ്റിൻ്റെ അടിയിലുമായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് ആവശ്യം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തെങ്കിലും ബയോയിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതാണ് ഗൈസ് അടുത്ത പ്രൊഡക്റ്റ്. ഇത് ആക്ച്വലി സ്ക്രാച്ച് പ്രൊട്ടക്ടറാണ്. അതായത് നമുക്ക് ഡോറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന സ്ക്രാച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് നൽകുന്ന ഒരു പ്രൊട്ടക്ടറാണ് ഈ സാധനം. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഈ ഭാഗത്ത് സ്ക്രാച്ചസ് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് സെല്ലോ ടേപ്പ് പോലെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വൺ സൈഡിൽ സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം അത്രയും ഭാഗത്തുള്ള വൃത്തികേടും കവർ ചെയ്ത് കിട്ടും നമുക്ക്. പിന്നെ സ്ക്രാച്ചസ് ഒന്നും വരാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലീനർ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്ന കാറിനാണ്. കാറിന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് വാക്യൂം ചെയ്തെടുക്കാനും എല്ലാ പൊസിഷൻസും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സാധനം നല്ല പവർഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പോർട്ടബിൾ ആയിട്ടുള്ള സൈസിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാറിൽ തന്നെ ഇത് കൊണ്ട് നടക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹിപ്പ ഫിൽറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലാർജ് സെക്ഷനായിട്ട് ഇത് സക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മൾട്ടി നോസിൽസ് അവൈലബിൾ ആണ്. പല പല രീതിയിലുള്ള നോസിൽസ് അവൈലബിൾ ആണ് പല പല സെക്ഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് വെറ്റും ഡ്രൈ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റർ നമുക്ക് യൂസിന് ശേഷം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാനും കൂടി സാധിക്കുന്നതാണ്. നീളമുള്ള രീതിയിലുള്ള വയറാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു 2 മീറ്റേഴ്സ് ഇതിന് നീളം വരും. അത് കാരണം നമുക്ക് കാറിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പവർ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി. യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൈ എത്താത്ത ഭാഗങ്ങളിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
ഇത്രയും വേസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി ഇതിങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ഇത് വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാറിൻ്റെ ഇൻഡോർ വളരെ ക്ലീനും നീറ്റും ആവശ്യമുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് സ്വന്തമാക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ബിലോ 1000 റുപ്പീസിന് ഈ പ്രൊഡക്റ്റ് ലഭ്യമാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യുന്നു. മഴക്കാലത്ത് ഇതുപോലെയായിരിക്കും നമ്മുടെ സൈഡ് മിറേഴ്സ്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് സൊല്യൂഷനായിട്ട്. അപ്പോൾ അതാണ് ഈ പ്രൊഡക്റ്റ്. റെയിൻ പ്രൂഫ് ഫിലിമാണിത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇത് എത്ര യൂസ്ഫുൾ ആണെന്ന് നമുക്ക് നോക്കാം. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. MRP 699 രൂപ ഉണ്ടെങ്കിലും അറൗണ്ട് ഒരു 300 രൂപയ്ക്ക് നമുക്കിത് ലഭ്യമാകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് എത്ര യൂസ്ഫുൾ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 ഫിലിമാണ് ടോട്ടലുള്ളത്. 2 സൈഡ് മിററിൽ ഒട്ടിക്കാനും അതുപോലെ തന്നെ 2 സൈഡ് വിൻഡോസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. പിന്നെ ഒട്ടിക്കാൻ പറ്റില്ല. ആണോ? വലി പോട്ടെ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റിൻ്റെ യൂസിന് ശേഷമുള്ള റിസൾട്ട്. അപ്പോൾ ഇത് വലിയൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇത് യൂസ്ഫുൾ അല്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആരും മേടിച്ച് ചുമ്മാ കാശ് കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ബയോയിൽ കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റാണ് ബ്ലൂടൂത്ത് കാർ കിറ്റ്. അപ്പോൾ നമ്മുടെ പഴയ സ്റ്റീരിയോസ്, അതായത് ഈ സ്റ്റീരിയോസിൽ എനിക്ക് ബ്ലൂടൂത്ത് അവൈലബിൾ അല്ല. CD പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓൺലി USB ഓക്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കാര്യമായിട്ട് വർക്കാവുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് ആ ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസിനകത്ത് 2 ചാർജേഴ്സ് വരുന്നുണ്ട്. ഒരു USB ചാർജറും ഒരു C പോർട്ട് ചാർജറും വരുന്നുണ്ട്. അപ്പോൾ 2 ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൂടെ തന്നെ നമുക്കൊരു USB കണക്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ തന്നെ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വോളിയം അപ്പ് വോളിയം ഡൗൺ ആയിട്ടുള്ള ഒരു ബട്ടണും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇതിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു LED സ്ട്രിപ്പും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ആ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് മൈക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ കമ്പനി ഇതിന് 6 മന്ത് ഗ്യാരണ്ടിയും കൂടെ കമ്പനി ഇതിന് നൽകുന്നുണ്ട്.